വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. കൊള്ളാം. പിടിച്ചോ. എന്നിട്ടിപ്പോ എന്തായി? ശിവ ഇപ്പൊ കുടുങ്ങി. ടൈം പ്ലീസ്. പെട്ടെന്ന് ഇങ്ങനെ എന്നൊക്കെ പാടിയാലേ കാര്യം നടക്കൂല. എന്താണിത്? എന്റെ പാട്ട് എനിക്ക് തോന്നിയതുപോലെ ഞാൻ പാടും. ഞാൻ ലിറിക് എഴുതുന്ന ആളൊന്നും അല്ല, വരികൾ കൃത്യമായിട്ട് പാടാൻ. എന്നാ ശരി. എന്തോന്ന് ശരി? ആദി ശിവയെ രക്ഷിക്കണ്ടേ? നോ. രക്ഷപ്പെടില്ല. നിങ്ങളുടെ കൂട്ടുകാരൻ ഇപ്പോൾ ഇവിടെ ടിങ് ടോങ് എന്ന് ആടിക്കൊണ്ടിരിക്കും. കുട്ടിന്ന് വിളിക്കും. ഇപ്പൊ നീ എന്ത് ചെയ്യും? കുരുത്തം കെട്ട കുട്ടി. ഇപ്പൊ കുട്ടി ശിവ കുടുങ്ങി പോയി. ആ ക്രെയിൻ തന്നെ തുറക്കൊന്നുമില്ലല്ലോ. അത് തുറക്കില്ല ബോസേ. ഇന്നാണ് അതിന്റെ ഉറപ്പ് നോക്കിയത്. കൊള്ളാം. എങ്കിൽ പാടൂ. പാട്ട് നിർത്തിയിട്ട് വേഗം അവനെ പിടിക്കേ. ഞാൻ എത്ര തവണ ചോദിച്ചു അത് തന്നെ തുറക്കുമോ എന്ന്. പിന്നെ എങ്ങനെയാണ് അത് തന്നെ തുറന്നത്? ബോസ്, ഈ മുക്കാനെടുത്ത് പറഞ്ഞത് ക്രൂ നല്ല ടൈറ്റ് ആണെന്നാ. നീയല്ല പറഞ്ഞത് ടൈറ്റ് ആണെന്ന്. പിന്നെ എങ്ങനെ തുറന്നു? എടോ ലുക്ക, താനല്ലേ പറഞ്ഞത് സ്ക്രൂ ടൈറ്റ് ആണെന്ന്? താൻ പറഞ്ഞില്ലേ സ്ക്രൂ ഇല്ലെന്ന്. പിന്നെ എങ്ങനെ തുറന്നേ? ഞാനാണ് നിങ്ങളുടെ ബോസ് എന്നിട്ട് എന്നെ അടിക്കുന്നോ? ഇല്ല, സോറി ബോസ്. സോറി ശിവ. നിന്നോട് ഞാൻ ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് പറയാം. നീ ഇപ്പൊ ഇവിടെ തന്നെ നിൽക്കും. ഞാൻ ചെന്ന് കാറിൽ നിന്ന് ബ്ലൂ പ്രിന്റ് എടുത്തുകൊണ്ട് വരട്ടെ. ശിവ, അവരൊക്കെ ഓടിക്കളഞ്ഞല്ലോ. ലഡു സിംഗ് സർ, ഇവരുടെ ക്രെയിനും മറ്റുള്ള സാധനങ്ങളും എടുത്തേക്കൂ. ഇനി അവരിവിടെ വരുമെന്ന് തോന്നുന്നു. ശിവ, മരത്തില് റബ്ബർ ബാൻഡും. നീ എന്താ ഈ പറയുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അത് പിന്നെ അവിടെ മരത്തില് അയാള് ബാന് റബ്ബർ ബാന് കണ്ടില്ലേ? ശിവ. ഓ ലഡു സിംഗ് സാറേ, നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തത്? വേദാസ് ഇന്റർനാഷണൽ ബാങ്കിൽ മോഷണം നടക്കുന്നുണ്ട്. മോഷണം. റബ്ബർ കള്ളൻ ഇവിടെ ഉണ്ട്. ആദ്യം ഒന്ന് എണീറ്റേ. എന്റെ പൊന്നു മോനെ ഒന്ന് എണീക്ക്. ആ റബ്ബർ കള്ളൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവനെ പിടിക്കാൻ വേണ്ടി 2 അല്ല 4 കൈകൾ വേണ്ടി വരും. പൊന്നു മോനെ, അതുകൊണ്ടാ പറയണേ, ഒന്ന് എണീക്ക്.
ഏ കുട്ടി, മര്യാദക്ക് വഴി മാറാൻ നോക്ക്. മോഷ്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല, പണമെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ജയിലിൽ കൊണ്ടുപോയി ഇടും ഞാൻ. എന്ത് ചെയ്യും, എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഞാൻ മോഷ്ടിക്കുമല്ലോ, കൊള്ളയടിക്കുമല്ലോ. എന്ത് ചെയ്യും, എന്ത് ചെയ്യും? ഒരു ചുക്കും ചെയ്യില്ല നീ. എന്നെ പറ്റി നിനക്കറിയില്ല. പോകൂ കുട്ടി. ഹലോ കുട്ടി. നിനക്ക് കുട്ടി എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല അല്ലേ? എന്നാ വിളിക്കുന്നില്ല കേട്ടോ. കുട്ടി 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 കുട്ടി. ഇപ്പൊ പറ, എന്ത് ചെയ്യും? ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്തിനാ എന്നെ തല്ലിയത്? അങ്കിൾ, ഞാൻ ഇവിടെയാ നിൽക്കുന്നത്. എന്താ സുഖമാണ് തനിക്ക്? ഞാൻ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ആണ്, ലഡ്ഡു സിംഗ്. കുട്ടി. വാവ് ശിവ, റബ്ബർമാൻ ഷോട്ട് അടിപൊളി. അല്ല, നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലേ? ഇല്ല 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 ഇല്ല, ഞാൻ ചിരിക്കില്ല. ഇനിയൊന്നും പറയില്ല പറയില്ല. അങ്കിൾ, ഞാൻ ഇവിടെയാണ് ഉള്ളത്. എന്താ ടയർഡായോ? ഏലിയൻസ് എന്ന് പറഞ്ഞത് ഇല്ല. റബ്ബർ പ്ലാനറ്റിന്റെ കാര്യം ഇന്നേ വരെ ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. വെറുതെ ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്ത് ജനങ്ങളെയൊക്കെ പേടിപ്പിക്കില്ലേ സോർ? ആ റബ്ബർമാന്റെ പുറകെ പോയി സത്യാവസ്ഥ കണ്ടുപിടിക്കണം. ഓക്കെ ശിവ, ശിവ കൂടെ ഉള്ളപ്പോ നമ്മളെന്താ പേടിക്കുന്നത്? ഓൾ ദ ബെസ്റ്റ് ശിവ. ഏലിയൻസ് ഉണ്ടോ ഇല്ലേന്നുള്ള കാര്യം ഇന്നും സംശയാതീതമാണ്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അടുത്ത് റബ്ബർ പ്ലാനറ്റിൽ നിന്നും ഒരു ഏലിയൻ വന്നിട്ട് നഗരത്തിലുള്ളവർ മുഴുവനും ഒഴിഞ്ഞു പോകണമെന്ന് പറയണമെന്നാണ്. അല്ലെങ്കിൽ എല്ലാവരെയും കൊണ്ടുപോകുമെന്ന് പറയുന്നു. അതുകൊണ്ട് ലഡ്ഡു സിംഗ് നഗരം മുഴുവനും ചെന്ന് ഇവിടെയുള്ള ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനാണ് ആവശ്യപ്പെട്ടത്. ഈ നഗരത്തിന് ആരുടെയോ കണ്ണു പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാ എന്തെങ്കിലും എപ്പോഴെങ്കിലും സംഭവിക്കുന്നത്. എന്തായാലും ലഡ്ഡു സിംഗ് ശിവയെ കൊണ്ടുപോകാൻ വന്നില്ലല്ലോ, ഭാഗ്യം തന്നെ. നീ എന്തായി പറയണേ? എപ്പ നോക്കിയാലും ലഡ്ഡൂസിനെ കുറ്റം പറയരുത്. ഞാൻ വേണമെങ്കിൽ ഏലിയൻ രാഗം പാടാം, നോക്കിക്കോ. എങ്ങനത്തെ ഏലിയൻ ആയാലും ഓടിക്കോളും. വേണ്ട മുത്തച്ഛ, അവര് ആ പാട്ട് കേട്ടുകൊണ്ട് വന്നാ പിന്നെ തിരിച്ചു പോകില്ല. വേദ നഗരത്തിൽ വിചിത്രമായൊരു ന്യൂസാണ് വന്നിരിക്കുന്നത്. ഇതാ നോക്കൂ, ഇന്നലെ നഗരം വിട്ട് ഒഴിഞ്ഞു പോകണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ട റബ്ബർമാൻ ഇന്ന് മോഷ്ടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. CCTV ഫുട്ടേജിൽ റബ്ബർമാൻ മോഷ്ടിക്കുന്നത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് മോഷ്ടിക്കുന്നത്? ഇതിനുള്ള ഉത്തരം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിനെ എവിടെയാണെന്ന് പോലും അറിയില്ല. അതായത് കഴുതയുടെ തലയിലെ കൊമ്പ് കാണാത്തതുപോലെ. എന്ത്? എന്നെ ഇത്രയും മോശമായിട്ടാണോ കമ്പയർ ചെയ്യണ? ശിവ, ശിവ എന്തേലും ഒന്ന് വേഗം ചെയ്യണം.
ആ റബ്ബർ കള്ളൻ അവനോടൊപ്പം ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ? എന്റെ പേര് നാശാക്കിയിട്ട് അവൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അവനൊരു പാഠം പഠിപ്പിക്കണം. ലഡു സിംഗ് സർ, നിങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നുണ്ടോ ഇത് ഏലിയന്റെ ജോലിയാണെന്ന്? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഏലിയൻസ് ഒക്കെ നമ്മുടെ പണം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ്? ഇത് ഒരിക്കലും ഏലിയന്റെ പണിയേ അല്ല. ശിവ, ചിലപ്പോ ഞാൻ പറയുന്നത് തെറ്റാവാം. അന്ന് നമ്മള് കാട്ടില് പോയപ്പോൾ കൊറേ റബ്ബർ മരങ്ങൾ മുറിക്കുന്ന ആൾക്കാരെ കണ്ടതല്ലേ? ആ പറഞ്ഞത് ശരിയാണല്ലോ. ഇപ്പൊ എനിക്ക് സംശയമുള്ളത് രണ്ടും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്നാണ് ശിവ. ഐ തിങ്ക് യു ആർ റൈറ്റ് റീവ. രണ്ട് ക്രൈമിലും കോമൺ ആയിട്ടുള്ള കാര്യം ഒന്നാണ്, അതാണ് റബ്ബർ. ലഡു സിംഗ് സർ, റബ്ബർ ബാൻഡ് ഒരുപാട് വലിക്കുമ്പോൾ അത് പൊട്ടിപ്പോകുന്നു. റബ്ബർ മാൻ തീർച്ചയായിട്ടും ഇന്ന് രാത്രി മോഷ്ടിക്കാൻ വേണ്ടി വരും. ഇന്ന് അയാൾ ഒരു പാഠം പഠിപ്പിക്കണം. ഫ്രണ്ട്സ്, ഗെറ്റ് റെഡി ഫോർ പെട്രോളിംഗ്. നീ എന്താ ഈ ചെയ്യുന്നേ? ഞാൻ ആലോചിക്കുന്നത് ഡിസ്റ്റർബ് പോകുന്ന ബേബിളൊക്കെ വേർപ്പിക്കല്ലേ? അല്ല, എന്താണ് അവ പൊങ്ങച്ച വീരൻ ആലോചിക്കുന്നത്? പറയൂ. നിന്റെ മുഖത്ത് ഈ ബബിൾ കൊണ്ടിരുന്നത് കണ്ടപ്പോ എന്റെ നാട്ടിലുള്ള ഒരു കാര്യം ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു. ഞാനും എന്റെ കൂട്ടുകാരനും കൂടി ഒരു കോമ്പറ്റീഷൻ വെച്ചു. അതായത് ഒരു ബബിൾ കം എത്ര ദിവസം നമുക്ക് ചവയ്ക്കാൻ പറ്റും. ഇതുപോലെ ഒരു ചോയിങ്കം കുറെ ദിവസം ചവയ്ക്കണമെന്നാ? ദിവസം മുഴുവനും ചവച്ചിട്ട് രാത്രി ആവുമ്പോ അത് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് അത് പിറ്റേ ദിവസം രാവിലെ വായിലിട്ടിട്ട് ചവയ്ക്കാനും തുടങ്ങും. അത് ആദ്യമൊക്കെ ചവയ്ക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോ നല്ല കട്ടിയാകുമല്ലോ. പിന്നെ കുറച്ചു കഴിയുമ്പോഴത്തേക്ക് അത് നോർമലായിട്ട് മാറും. അങ്ങനെ ഞങ്ങൾ ദിവസം മുഴുവൻ അത് ചവയ്ക്കുമായിരുന്നു. അതെനിക്ക് അറിയാന്നേ, പക്ഷേ ഒരിക്കലും അതിന്റെ അഹങ്കാരം എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടാ. പറ, കാര്യം എന്താന്ന് പറ. ചുയിങ്കം ഫ്രിഡ്ജിൽ വെക്കുമ്പോ ഹാർഡായിട്ട് മാറും. ഇത് വെള്ളത്തിലിട്ടാ പോലും നല്ല ഹാർഡായിട്ട് മാറുന്നുണ്ട്. ദാ ഇത് കണ്ടോ, നല്ല ഹാർഡായി ഇത്. ഇതുപോലെ നമ്മൾ റബ്ബർമാന്റെ മേത്ത് കോൾഡ് ഗ്യാസ് ഒരുപാട് സ്പ്രേ ചെയ്താല് അയാള് ഇതുപോലെയായി മാറും. അയാള് കുറച്ചു സമയത്തേക്കെങ്കിലും ഡീആക്ടിവേറ്റ് ആയി മാറുമല്ലോ. ബ്രില്യന്റ് റിവ, ഇറ്റ്സ് വർക്കബിൾ. ആദി, യു ആർ ഗ്രേറ്റ്. എപ്പോഴും നാട്ടിലത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. എന്നാ വാ, നമുക്ക് കോൾഡ് ഗ്യാസുമായി രാത്രി മുഴുവനും പെട്രോളിംഗ് ചെയ്യാം. ആ റബ്ബർമാനെയും കാണാൻ പറ്റും. അതിന്റെ ആവശ്യമില്ല. ഗസ് വാട്ട്? അതെ, ഇനി എല്ലാ കാര്യങ്ങളും നമുക്ക് ലഡു സിംഗ് സാറിനോട് അറിയിക്കാം. എന്താ ഇവിടെ രഹസ്യം പറയുന്നത്? രാത്രി കഴിഞ്ഞ് നേരവും വെളുത്തു, ഇതുവരെയായിട്ട് എനിക്ക് ഒരു റിസൾട്ടും വന്നിട്ടില്ല. എന്തേ? താനല്ലേ എന്നോട് പറഞ്ഞത് എന്നെ പോലെ ഒരുപാട് ക്ലോണുകളെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്? പറ, എപ്പോ 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 എപ്പോന്ന് പറ. സാർ, എല്ലാം കഴിഞ്ഞു. ഞങ്ങളുടെ പരീക്ഷണം പൂർത്തിയായി. ഇനി സാറിനെ ഇരുത്ത് ഞങ്ങൾക്കൊന്ന് പരീക്ഷിക്കണം. അതേ ഉള്ളൂ. വന്നാ കസേരയിലൊന്ന് ഇരിക്കൂ. അല്ല ബോസേ, ടീച്ചറായി ജോലി നോക്കിയിട്ടില്ല, പറഞ്ഞിട്ടില്ലല്ലോ. എന്തേ? മര്യാദയ്ക്ക് വഴിയിൽ നിന്ന് അങ്ങോട്ട് മാറടോ. താൻ പോയി തന്റെ പണി നോക്കുന്നതാ തനിക്ക് നല്ലത്. ഇവിടത്തെ പണികളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. സാറേ, വേഗം ചെന്ന് ആ കസേരയിലോട്ടൊന്ന് ഇരുന്നേ. ബോസേ, ശരിക്ക് സൂക്ഷിക്കുന്നതാ നല്ലത്. ശരീരത്തിൽ നിന്ന് ക്ലോൺ കുറഞ്ഞേ. അതായത് ഇവര് ക്ലോൺ എടുത്തെടുത്തേ അവസാനം ബോസിന്റെ കാറ്റ് പോകണ്ട. ആരെങ്കിലും ഇവന്റെ വായൊന്ന് അടയ്ക്കേ. സയന്റിസ്റ്റ്, എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാ പിന്നെ താനുണ്ടാവില്ല. എല്ലാവരെയും ഇല്ലാതാക്കാൻ ഈ ഞാൻ ഒരാൾ മതി. വേഗം പോയി ചെയ്യേ. സമാധാനത്തോടെ കണ്ണും പൂട്ടി ഇരിക്ക്. ഞാൻ പറയുന്ന കേക്ക് സാറേ. കുറച്ച് കെമിക്കൽസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതാ ഈ പൈപ്പ് വഴി സാറിന്റെ ശരീരത്തിലോട്ട് കയറും. അല്പ കഴിയുമ്പോ ഒരു ക്ലോൺ സാറിന്റെ മുന്നിൽ വന്ന് നിൽക്കുമെന്നേ. ഞാനതിനെ പിടിച്ചിട്ടില്ല, അത് എന്നെയാണ് പിടിച്ചിരിക്കുന്നത്. എന്റെ കൈ ഈ റബ്ബർ കഷ്ണത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും
ഞാൻ വരികയാണ് രേവ. അതെ, എന്തിനാ നമ്മളെ മാത്രം ഇവന്മാരിങ്ങനെ ടാർഗറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്? ആദി അതിനെ എത്രയും പെട്ടെന്ന് നീ കയ്യിന്ന് വിട്. ഞാനെങ്ങനെ വിടാനാണ്? ഞാനതിനെ പിടിച്ചിട്ടില്ലല്ലോ. ഇതാണ് എന്നെ പിടിച്ചിരിക്കുന്നത്. ശിവൻ എത്രയും പെട്ടെന്ന് വിളിക്ക്. ഞങ്ങളെന്ന് വെടിക്കാൻ പറ ശിവ. ഞാനിതാ വരുന്നു. ഇതിപ്പോ എന്നെയും കൂട്ടിക്കൊണ്ട് പോവാണല്ലോ. സോറി ആദി, എനിക്ക് നിന്നെ നിർത്താൻ പറ്റുന്നില്ല. നന്നായിട്ട് പിടിച്ച് വലിക്ക്, മുറുക്കെ പിടിച്ച് വലിക്ക്. വേടാറാ, മുറുക്കെ പിടിച്ചോളേ. ആരെങ്കിലും ഞങ്ങളൊന്ന് പിടിക്കണേ. ശിവ, ഞാനൊരു കാര്യം പറയാം. വേഗം സൈക്കിളിന്റെ ഗ്ലൂ ടയർ ഓൺ ചെയ്യ്. എന്നിട്ട് ഒരു സ്ഥലത്ത് നിൽക്ക്. ഈ ശിവ മഹാശല്യമായി മാറിയിട്ടുണ്ട്. മരങ്ങൾ മോഷ്ടിക്കാനും സമ്മതിക്കുന്നില്ല, പിന്നെ പണം മോഷ്ടിക്കാനും സമ്മതിക്കുന്നില്ല. എനിക്കൊറ്റയ്ക്ക് അവനെ നേരിടാൻ കഴിയില്ല. എന്നെ പോലെ ഒരു 4-5 റബ്ബർ മാനുകളെ വേഗം ഉണ്ടാക്കാൻ നോക്കൂ. അതെ, വെറുതെ കസേരയിലിരുന്ന് വെട്ടി വിഴുങ്ങിയാൽ മാത്രം പോരാ. ഞാൻ എന്തുമാത്രം പണം ചെലവഴിക്കുന്നുണ്ട്. വല്ല റിസൾട്ടും നിങ്ങൾക്ക് കിട്ടിയോ? പറയടോ. കിട്ടിയല്ലോ സാറേ. ഈ കാര്യം അറിയുമ്പോ സാർ ഒരുപാട് സന്തോഷിക്കും. സാറിനെ പോലെ ഒന്നല്ല, രണ്ടല്ല, എത്ര ക്ലോൺ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്ത്? ഏയ് ലുക്ക മുക്ക തുക്ക, അയാളെ വേഗം പിടിക്കേ. ഇവൻ വെറും തമാശ പറഞ്ഞതാണെങ്കിൽ ഇവനെ വേഗം കെട്ടിയിട്. എന്നിട്ട് ഡിഷ്യം അവിഷ്യം ആക്ഷനിലൂടെ ഒന്ന് തടവിക്കോ. ഹലോ, എല്ലാരും ഒന്ന് മാറിക്കേ. ആകെ ചവിട്ടാനും ഇടിക്കാനും മാത്രം അറിയൂ. മണ്ടന്മാര് കുറച്ചെങ്കിലുമൊക്കെ ബുദ്ധികൾ ഉപയോഗിച്ച് പണി. സാറേ, നമ്മൾ പറഞ്ഞ സത്യമാ. കുറച്ച് സമയം കൂടി ഞങ്ങൾക്ക് തരേണ്ടി വരും. പിന്നെ സാറിന്റെ പണി വളരെ എളുപ്പമാവുമെന്ന്. ഇപ്പൊ ഫൈനൽ സ്റ്റേജ് വരെയൊക്കെ ആയി. എന്നാ ശരി, നിങ്ങൾക്ക് ഇന്ന് രാത്രി മുഴുവനും ഞാൻ സമയം തരാം. അല്ലെങ്കിൽ നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ ഫൈനൽ സ്റ്റേജ് ആയി പോകും. ടാൻ ടാടാങ്. 1 से मैं 2 3 बनाऊं, 3 से 6 9 बनाऊं. दुनिया पे मैं राज करूंगा. क्या करोगे तुम, क्या करोगे? शिवा, मैं तुमसे फाइट करूंगा. तेरा हुलिया टाइट करूंगा. बच्चा बच्चा कहता रहूंगा. क्या करोगे तुम, क्या करोगे? 1 से मैं 2 3 बनाऊं, 3 से 6 9 बनाऊं. दुनिया पे मैं राज करूंगा. क्या करोगे, क्या करोगे? शिवा, मैं तुमसे फाइट करूंगा. तेरा हुलिया टाइट करूंगा. बच्चा बच्चा कहता रहूंगा. क्या करोगे, क्या करोगे तुम, क्या करोगे, क्या करोगे? ഓ നോ, ഇതിപ്പോ ആകെ കുഴപ്പത്തിലായിന്നാ തോന്നുന്നേ. ശിവ, നീ ഇവരെങ്ങനെ നേരിടാൻ പോന്ന? എത്രത്തോളം ഇവരെ തല്ലുന്നു അത്രത്തോളം ഇവരുടെ പുതിയ ക്ലോണും ഉണ്ടാവല്ലോ. വരൂ, എന്നോട് ഫൈറ്റ് ചെയ്യ് ശിവ, ഫൈറ്റ് ചെയ്യ്. കാണാം ആർക്കാണ് കൂടുതൽ ശക്തി എന്ന്. River, action! ഇതെന്താ പറ്റിയത്? സാറേ, ഇവര് കോൾ ഗ്യാസ് ഇട്ടു. സാറേ, സൂക്ഷിച്ചാ ദുഃഖിയണ്ട. ഡിഷ്യം ഡിഷ്യം, ഇടിക്ക് ഇടിക്ക്, എന്നെ ഇടിക്ക്. നിന്റെ ധൈര്യമൊക്കെ എവിടെ പോയി? ഇടിക്ക്, ഇടിക്കാൻ.
ഇതോടെ കഥ തീർന്നു. No, you are finished. ബൈ ബൈ റബ്ബർമാൻ. വേണ്ട 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 അങ്ങനെ ചെയ്യല്ലേ ചെയ്യല്ലേ പ്ലീസ്. നിങ്ങളെ വീണ്ടും ശരിയാക്കാൻ പറ്റുന്ന സമയം വരെ നിങ്ങൾ ഇതുപോലെ നിന്നാൽ മതി. വേണ്ട 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 വേണ്ട. ലഡു സിംഗ് സർ, അറസ്റ്റ് ഹിം. യെസ് ശിവ, ഇവനെ ഇതുപോലെ തന്നെ ജയിലിനകത്ത് പൂട്ടിട്ടേക്കാം. ഇവനെ നേരാക്കാൻ നമുക്കൊരു പുതിയ ഫോർമുല കിട്ടുന്നത് വരെ വന്നേ വരാൻ. സർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. റബ്ബർമാനിനെ നോർമൽ മനുഷ്യനാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണം, മനസ്സിലായോ? ഓക്കേ ശിവ. ശരി ശരി, ഇനി എന്റെ നാട്ടിലുള്ള വേറെ കഥകൾ കൂടി പറഞ്ഞു കേൾപ്പിക്കാം ഞാൻ. ഇപ്പൊ വേണ്ട. Watch India's largest kids library only on Jio Hotstar. Download the app now.